നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ദ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വായ്പയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാർക്കറ്റിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രശ്നം മാത്രം നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തു പറയാനായിട്ട് പോവുകയാണ്. ദ ക്രെഡിറ്റ് മാർക്കറ്റ് കൺസ്ട്രെയിൻസ് എന്നാണ് നിങ്ങളൊരു ബ്രോഡ് ആംഗിളിൽ ഈ വിഷയം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വായ്പയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഒന്നാണ് ദ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്നുള്ള വിഷയം. അപ്പോൾ ഇതിനകത്ത് രണ്ട് വാക്കുകൾ പ്രധാനമായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഒന്ന് പ്രിൻസിപ്പൽ എന്ന വാക്കും രണ്ട് ഏജന്റ് എന്ന വാക്കും. അപ്പോൾ ഈ രണ്ട് കൂട്ടരെ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് ആ പ്രശ്നം എന്താണെന്ന് പറയാതെ തന്നെ മനസ്സിലാകാൻ സാധിക്കും. ഇനി എന്താണ് ആ പ്രിൻസിപ്പൽ എന്ന വാക്ക്? സാധാരണ രീതിയിൽ ലെൻഡർ അല്ലെങ്കിൽ പണം വായ്പയായിട്ട് നൽകുന്ന ഏജന്റ് അല്ലെങ്കിൽ ബാങ്ക്, കൊടുക്കുന്ന ആൾ, ഇവരെയാണ് പ്രിൻസിപ്പൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ ദ ലെൻഡർ ഈസ് ദ പ്രിൻസിപ്പൽ. വായ്പ കൊടുക്കുന്ന ആളാണ് പ്രിൻസിപ്പൽ. ഏജന്റ് എന്ന് പറയുന്നത് വായ്പ വാങ്ങുന്ന ആളാണ്. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുക, വേറൊരാളിൽ നിന്ന് വായ്പയായിട്ട് കടം വാങ്ങുക, ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിയെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, ഇങ്ങനെയുള്ള ആളുകളെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവർ തമ്മിൽ എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന ആ സ്ലൈഡ് പരിശോധിക്കുമ്പോൾ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് കൂട്ടർ തമ്മിലുള്ള ബന്ധമാണ്. ഒന്ന് പ്രിൻസിപ്പളും രണ്ട് ഏജന്റും തമ്മിലുള്ള ബന്ധമാണ്. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ. ലെൻഡർ അല്ലെങ്കിൽ വായ്പ കൊടുക്കുന്ന ആളാണ്. അത് ബാങ്ക് ആകാം, അല്ലെങ്കിൽ ഒരു ഏജൻസി ആകാം, ഫിനാൻഷ്യൽ സ്ഥാപനമാകാം, വ്യക്തിയാകാം, ആര് വേണമെങ്കിലും ആകാം. ഏജന്റ് വായ്പ വാങ്ങുന്ന ആളാണ് ഏജന്റ്. ദ ബോറോവർ ഈസ് ദ ഏജന്റ്. ഇനി ഇവർ തമ്മിലുള്ള വലിയൊരു പ്രശ്നമുണ്ട് അല്ലേ. രണ്ടുപേരുടെയും താല്പര്യങ്ങൾ വിഭിന്നമാണ്, ഡിഫറൻറ്റുമാണ്. അപ്പം ആ ഒരു കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി എന്താണ്, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വായ്പ കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ ബാങ്ക് നമുക്കൊരു വായ്പ തരുമ്പോൾ അവർ കൃത്യമായി ഇന്ന ആവശ്യങ്ങൾക്കേ നിങ്ങൾ പണം ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞാണ് പലപ്പോഴും തരുന്നത് അല്ലേ. ഉദാഹരണം, നിങ്ങളൊരു വാഹനം വാങ്ങാനായിട്ട് വായ്പയുമായി ബന്ധപ്പെട്ടാണ് ബാങ്കിനെ സമീപിക്കുന്നതെങ്കിൽ ബാങ്ക് പറയുന്നത് എന്താണ്? ബാങ്ക് പറയുന്നത് നിങ്ങളെ കൃത്യമായിട്ട് വാഹനം വാങ്ങാൻ തന്നെ ആ പണം ഉപയോഗിക്കണമെന്നാണ് അല്ലേ. അല്ലെങ്കിൽ ഒരു വീട് വെക്കാനായിട്ട് വായ്പ എടുക്കുന്നയാള്, ഭവന വായ്പ എടുക്കുന്നയാള് കൃത്യമായിട്ട് ബാങ്ക് പറയുന്നത് എന്താണ്? ഭവനം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് വായ്പ നൽകിയിട്ടുള്ളത് എന്നതാണ്. അപ്പം പലപ്പോഴും പ്രിൻസിപ്പൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിഷ്കർഷിക്കുകയാണ് എന്താണ്, കൃത്യമായി ഇന്ന ആവശ്യങ്ങൾക്കേ നിങ്ങൾ പണം ഉപയോഗിക്കാവുള്ളൂ എന്ന രീതിയിൽ നിങ്ങളെ കൃത്യമായ ഒരു ഡയറക്ഷനിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളാണ് പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയേ പണം ഉപയോഗിക്കാവുള്ളൂ എന്നതാണ് അവർ പറയുന്നത്. പക്ഷെ പലപ്പോഴും നേരെ തിരിഞ്ഞില്ലേ. പലരും ഭവന വായ്പ എടുത്തിട്ട് വീട് പണിയാതെ മുങ്ങി നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലേ. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒരാള് കൃത്യമായി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയും മറ്റേ ആള് പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ എന്താവും, ഒരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാരണം പ്രിൻസിപ്പാൾ നമ്മളോട് പറയുന്നത് എന്താണ്, കൃത്യമായി ഇന്ന ആവശ്യത്തിന് പണം ഉപയോഗിക്കുക. ഏജന്റ് എന്ത് ചെയ്യുന്നു, അത് കൃത്യമായി വാങ്ങിച്ചു, പക്ഷേ കൃത്യമായി ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതൊരു പ്രോബ്ലമാണ് അല്ലേ. ഇതുപോലെ നിരവധി പ്രശ്നങ്ങളുണ്ട്. കൃത്യമായിട്ട് ലോണ് തിരിച്ചു കിട്ടണം എന്നതാണ് പ്രിൻസിപ്പൾ ആഗ്രഹിക്കുന്നത് അല്ലെ. ഒരു വായ്പ 5 വർഷത്തിന് കൊടുത്താൽ 5 വർഷവും മുടക്കം കൂടാതെ തിരികെ കൊടുക്കണമെന്നതാണ് പ്രിൻസിപ്പൾ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഏജന്റുമാർ പലപ്പോഴും എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാങ്ങുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്, എത്ര കേസസ് ആണ് ബാങ്ക് ഡീഫോൾട്ട് ഉണ്ടാക്കുന്നത് അല്ലേ. വായ്പ അടയ്ക്കാതിരിക്കുന്ന സാഹചര്യം ഒരുപാടുണ്ടല്ലേ. പിന്നീട് എന്ത് സംഭവിക്കും, ജപ്തി നടപടികള്, കോടതി നടപടികള്, ഇങ്ങനെ പല കാര്യങ്ങളും ബാങ്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം രണ്ടാമത്തെ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, വായ്പ കൃത്യമായിട്ട് കൊടുക്കുന്നത് ആരാണ്? പ്രിൻസിപ്പൾ ആണ്. ആഗ്രഹിക്കുന്നത് എന്താണ്, കൃത്യമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചടവ് കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഏജന്റ് എന്താ ചെയ്യുന്നത്, പലപ്പോഴും ബാങ്കിൽ നിന്ന് കൃത്യമായിട്ട് വായ്പ എടുക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് അത് തിരിച്ചടയ്ക്കുന്നുണ്ട്. പല കേസസിലും തിരികെ അടയ്ക്കാൻ ചോദിക്കുമ്പോൾ അവരൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നതായിട്ട് വരുന്നു. പിന്നീട് ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുന്നു. അപ്പോൾ ഇങ്ങനെ
രണ്ട് കൂട്ടരുടെയും ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വിഭിന്നമായ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ പല കേസസിലും എന്ത് സംഭവിക്കുന്നു, ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരസൽ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് ദ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിടവ് വരാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ ഡെഫിനിഷൻ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. ദ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വെൻ വൺ പാർട്ടി വുഡ് ലൈക്ക് അനദർ പാർട്ടി ഏജന്റ് ടു ആക്ട് ഇൻ സം വേ. ഞങ്ങൾ പറയുന്നത് പോലെയേ ചെയ്യാവുള്ളൂ എന്നാണ് പ്രിൻസിപ്പൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവരെ കൊണ്ട് അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, പല സന്ദർഭത്തിലും അതിന് സാധിക്കാതെ വരുന്നു. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. ഇനി അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ബോറോയിങ് ഓർ ലെൻഡിങ്, ഇറ്റ് ഈസ് ഓഫൺ നോട്ട് പോസിബിൾ ഫോർ ദ ലെൻഡർ, the principal, to write a contract that ensures the loan will be repaid by the borrower. കൃത്യമായിട്ട് എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടണം എന്നത് പലപ്പോഴും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് ഒക്കെ ഒരുപാട് വരുന്നു. അപ്പോൾ പിന്നീട് അത് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറും, നോൺ NPA ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. NPA ആയിട്ട് മാറിക്കഴിയുമ്പോഴാണ് പലപ്പോഴും ഇനി ജപ്തി നടപടികളിലേക്ക്, കിട്ടാക്കടമായിട്ട്, NPA എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം കേട്ടോ, കിട്ടാക്കടമായി മാറുമ്പോൾ ബാങ്കുകൾ പിന്നീട് ജപ്തി നടപടികൾ പോലുള്ള വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന നടപടികളിലേക്ക് പോകും. അങ്ങനെ ലാസ്റ്റ് പോയിന്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. രണ്ടുപേരുടെയും താല്പര്യങ്ങൾ നോക്കുമ്പോൾ രണ്ടുപേരും ഒരു കോൺഫ്ലിക്റ്റ് പലപ്പോഴും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല, അവരൊരു മുടക്കം വരുത്തുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അല്ലേ. റീപേയ്മെന്റ് ഡീഫോൾട്ട് എന്ന വാക്ക് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു മുടക്കം വരുത്തുന്നതിനെയാണ്. റീപേയ്മെന്റിൽ മുടക്കം സംഭവിക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ തീർച്ചയായിട്ടും ഒരു യുദ്ധം ആരംഭിക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് ഈ ഒരു വിരോധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ രണ്ട് ഡയറക്ഷനിലൂടെ പോകേണ്ട ഒരു പ്രശ്നം സഞ്ചരിക്കുക അല്ലെങ്കിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ ദ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കോൺസെപ്റ്റ് ക്ലിയറും സിമ്പിളുമാണ്, പക്ഷെ പവർഫുൾ ആണ്. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ദർ ഇസ് എ കോൺഫ്ലിക്ട് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്, ദ പ്രിൻസിപ്പൽ ഓർ ദ ലെൻഡർ. പ്രിൻസിപ്പൾ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ വിളിക്കുന്ന പേരാണ് ലെൻഡർ. രണ്ടാമത്തെ കേസ് ആരാണ്? രണ്ടാമത്തെ കേസ് ദ ബോറോവർ ഓർ ദി ഏജന്റ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് ദ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. താങ്ക് യു.